എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് ഫ്രീ ആണ്. ഞാനൊരു 3 പൂരിയും ഒരു ചിക്കന്റെ ഒരു പീസും സോസേജ്, ഒരു മുട്ടയും കുറച്ച് വെജിറ്റബിളും അതൊക്കെ എടുത്തു. ഒരു ജ്യൂസും എടുത്തു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി. അവിടെ നിന്ന് ഞാനും ബിജുവും ജോബിനും കൂടി അവരുടെ പള്ളിയിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വലിയ വലിയ പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവരുടെ ക്ഷണപ്രകാരമാണ് ഇന്ന് പള്ളിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഒരു 9:00 കൂടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ കുറെ ആൾക്കാർ കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ എങ്ങനെയാ വീട്ടിൽ നിന്ന്? ബൈജു വീട്ടിലുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ട്, വീഡിയോ കൂടെ വിളിക്കും. അച്ഛൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ നേരെ ഇത് അൽ ജസീറയുടെ ന്യൂസ് ചാനലിന്റെ ഓഫീസാണ് അവിടെ. നേരെ ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയിലൊക്കെ ഒരുപാട് തിരക്കാണ് കേട്ടോ. ഒരു 5-6 പള്ളി അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. ഭയങ്കര തിരക്കാണ്. വണ്ടിയൊക്കെ പാർക്കിങ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നേരെ പള്ളിയുടെ അവിടത്തേക്ക് എത്തി. അതുപോലെ നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമേ നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. ഇത് കണ്ടില്ലേ, വണ്ടികളുടെ വെള്ളമാണ്. അവിടെ ചെന്ന് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കണ്ടു. ഇത് മിനിച്ചേച്ചി ഈ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹിയൊക്കെയാണ്. സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുവക്കലാണ് ചേച്ചിയുടെ വീട്. അവിടെ അവരുടെ ഓഫീസിലെത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ. ഓരോ സഭയുടെയും ഇതുണ്ട്. ഞാനിപ്പോൾ ചെന്നപ്പോൾ ഈ മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ 15ാമത് ഫാമിലി കോൺഫറൻസും പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചെന്നത് ഇമ്മാനുവൽ മർത്തോമ ചർച്ചാണ്. ബിജുവിന്റെയൊക്കെ ജോബിന്റെയൊക്കെ പള്ളിയാണ്. അവിടെ എത്തി. അവിടെ സുഹൃത്തുക്കളൊപ്പം ഭാരവാഹികളൊപ്പം സംസാരിച്ചു. അല്പനേരം അവിടെ ചെലവഴിച്ചു. നല്ല തിരക്കായിരുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. ഒരുപാടൊക്കെ സംസാരിച്ചതിന് ശേഷം അവിടെ ഒരു ഗസ്റ്റിന്റെ ബുക്കുണ്ട്. കാരണം ആര് വന്നാലും അവിടെ ഒരു വാക്ക് എഴുതാറുണ്ട്. പല പ്രശസ്തരായ വ്യക്തികളും വന്ന് അവരുടെ വാക്കുകളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാനും എഴുതി. പരിപാവനമായ ഈ ദേവാലയത്തിൽ എത്തിച്ചേരാൻ അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദി. അതിനുശേഷം അവരോടെല്ലാം യാത്ര പറഞ്ഞു തിരിച്ച് ഈ റൂമിലേക്ക് പോകണം. ഇന്നാണ് ഞങ്ങളുടെ പ്രോഗ്രാം വൈകിട്ട് 5:30 ശേഷമാണ് പ്രോഗ്രാം. ഇനാഗുറേഷൻ, ഓണാഘോഷത്തിന്റെ. ഇനി നേരെ റൂമിലെത്തി അതിനുശേഷം ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക്. അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വേണം പ്രോഗ്രാമിന് വേണ്ടി പോകാനായിട്ട്. നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഇത് ഈ ഇടവക പള്ളിയുടെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഉള്ളതാണ്. പല സ്ഥലത്തും അവരുടെ ഫാമിലിയുടെയും അതിന്റെ പ്രോഗ്രാമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം കണ്ടു. അവരുമായിട്ടൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. തിരിച്ചു നേരെ റൂമിലെത്തി. റൂമിൽ നിന്ന് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബിജുവും ജോബിനും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. എനിക്ക് സാധാരണഗതിയിൽ ചോറും ഇതൊക്കെയാണ് കിട്ടും. നില എന്നാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേര്. അവിടെ എത്തി. നല്ല നാടൻ ഊണ്, വാഴയിലയിൽ സൂപ്പർ ഊണാണ്. അല്പം പരിപ്പൊക്കെ ഒഴിച്ചു ഗംഭീരമായി കഴിച്ചു. പിന്നെ സൈഡായിട്ട് മേടിച്ചത് ഒരു ബീഫ് ഫ്രൈ മേടിച്ചു. കാരണം ഒരുപാട് ഇറച്ചി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ബീഫ് ഫ്രൈയും പിന്നെ ഒരു വലിയൊരു മാന്തൽ ഫ്രൈയും പിന്നെ ഒരു നെയ്മീൻ ഫ്രൈയും. പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസം എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഞാൻ കുടിക്കത്തില്ല. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമെല്ലാം കഴിച്ചു. നല്ല ഒന്നാം തരം നാടൻ ഊണായിരുന്നു കേട്ടോ. അതിനുശേഷം ആ റെസ്റ്റോറൻറ്റിലെ സുഹൃത്തുക്കളോട്, അവർ കോട്ടയത്തും മൂവാറ്റുപുഴയിലൊക്കെ ഉള്ള സുഹൃത്തുക്കളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവരുമായി പരിചയപ്പെട്ടു. അവരുമായിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം അവിടുത്തെ ചേട്ടനാണ് ഫോട്ടോയൊക്കെ എടുത്തു തന്നത്. അതിനുശേഷം നില റെസ്റ്റോറൻറ്റിനോട് ബൈ പറഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ. താങ്ക് യു.